നമസ്കാരം, ഞാൻ കുര്യൻ ജമാലോ. പുളുങ്കുന്ന് കോളേജ് ബ്ലോക്ക് ഡിവിഷൻ്റെ രണ്ടാം ഘട്ടം വീട് കയറിയുള്ള പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തയ്യാറാക്കിയ പ്രസ്താവന എല്ലാ വീടുകളും എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യമുള്ളത് അഭ്യർത്ഥനയാണ്. ഇതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, കുട്ടനാട്ടിലെ MLA യും അതോടൊപ്പം തന്നെ മാവേലിക്കര MP ഇവിടെ കഴിവുകൊണ്ടാണ് ഞാൻ ഈ ഇലക്ഷന് മത്സരിക്കുന്നത്. അതോടൊപ്പം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വ്യക്തമായി പറയുന്നു. രണ്ടാമത്തെ പേജ് പറയുന്നത് ഈ മാതൃകാ ബാലറ്റാണ്. ഞാൻ ആദ്യത്തെ പേരുകാരനാണ്. എൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് വിളവെടുക്കുന്ന നെൽകൃഷിക്കാരനാണ്. പിന്നെ മൂന്നാമത്തെ പേജ് പറയുന്നത് ഇലക്ഷൻ്റെ വാഗ്ദാനങ്ങളാണ്. ഞാൻ ജനപ്രതിയായാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ്. പിന്നെ ഇതിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഈ മൂന്നാം പേജ് ചിന്തിച്ച് മാത്രം വോട്ട് ചെയ്യുക. അത് പലർക്കും ഇഷ്ടപ്പെട്ടു, അത് വളരെ സന്തോഷമുണ്ട്. കായപ്പുറം നിവാസികൾക്കും പുളുങ്കുന്നിൻ്റെ നാനാഭാഗത്തുള്ളവർക്കും എൻ്റെ ഇത് വളരെ ഇഷ്ടപ്പെട്ടു, അത് വൈറലായി എന്ന് വളരെ സന്തോഷമുണ്ട്. ഏറ്റവും അവസാനത്തെ പേജ് പറയുന്ന 4 വരെ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ. അതിനകത്ത് എനിക്ക് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയില്ല, കാരണം ഇതിൻ്റെ ബാക്കി കുറച്ച് ഭാഗം മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ബാക്കി 64 കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് നോക്കിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. കാരണം എല്ലാം കൂടി ഉൾപ്പെടുത്താൻ പറ്റില്ലാണ് ഈ വർഷത്തെ കുറച്ച് കാര്യങ്ങൾ. കാരണം കായപ്പുറം സ്റ്റേ ബസ് അനുവദിപ്പിച്ചത്, പിന്നെ എൻ്റെ ചിറ്റപ്പനെ കൊണ്ട് 6 ലക്ഷം രൂപ കായപ്പുറം സ്കൂളിൽ അതിന് അനുവദിപ്പിക്കാൻ കാരണം, അത് അവിടെ സ്കൂളിന് ഡൊണേഷൻ കൊടുക്കാൻ കാരണം അത് ഞാനാണ്. അങ്ങനെ പല കാര്യങ്ങൾ അത് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എൻ്റെ ഫ്ലെക്സോ, എൻ്റെ പോസ്റ്ററോ, എൻ്റെ അനൗൺസ്മെൻറ്റോ ഒന്നും കാണില്ല, മനസ്സിലായോ? അപ്പോൾ ഞാനിന്ന് പോയപ്പോൾ എല്ലായിടത്തും 3 സ്ഥാനാർത്ഥികൾ എല്ലാ ഫ്ലെക്സ് പോസ്റ്റർ എൻ്റെ ഒന്നും കാണില്ല. ഞാൻ 25 വർഷം നിങ്ങൾ ജനഹൃദയങ്ങളിൽ ഞാനുണ്ട്. നിങ്ങൾ അങ്ങനെയാണോ? സോഷ്യൽ മീഡിയയുടെ ശക്തി തെളിയിക്കണം. ഇതിനകത്ത് ഇന്ന് ഞാൻ പല വീടുകളിലും, കായപ്പുറത്തെ പല വീടുകളിലും പോയപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സോഷ്യൽ മീഡിയ കണ്ടു, എനിക്ക് ഞങ്ങളുടെ വോട്ട് കുര്യനാണെന്ന് എനിക്ക് കുര്യച്ചനാണ് പറയാനുള്ള മനസ്സ് കാണിച്ച പലരും ഇന്നുണ്ട്. എനിക്കിനി അടുത്തതായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, വിദേശത്തുള്ളവർ, ഇത് കേൾക്കുന്ന വിദേശത്തുള്ളവർ, നിങ്ങൾ കായപ്പുറം വാർഡ്, അതായത് 12-ാം വാർഡ്, കോളേജ് വാർഡ് 2-ാം വാർഡ്, ചൂളയിൽ ഞാൻ താമസിക്കുന്ന 9-ാം വാർഡ്, പിന്നെ 10-ാം വാർഡ് കാളകണ്ടം, ഇവിടെ നിവാസികൾക്ക് മാത്രമാണ് എൻ്റെ കോളേജ് ഡിവിഷനിൽ എൻ്റെ ബ്ലോക്കിൽ ദമ്പതിയാവശ്യമുള്ളത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാവരും, വിദേശത്തുള്ളവർ, നിങ്ങളുടെ മാതാപിതാക്കളെ വിളിച്ചറിയിക്കുക. എൻ്റെ മറ്റേ ഫ്ലെക്സോ പോസ്റ്ററോ ഒന്നും കാണില്ല. സോഷ്യൽ മീഡിയ കൂടെ മാത്രമേ ഞാൻ അറിയിപ്പ് കൊടുക്കത്തുള്ളൂ. പിന്നെ നേരിട്ട് എൻ്റെ ഈ 4 പേജുള്ള ഇത് മൊത്തം വായിക്കണം, മനസ്സിലായോ? ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. അപ്പം നിങ്ങളുടെ വിലയേറിയ വോട്ട് എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരു പുതിയ ആശയമാണ്. അതായത് ഫ്ലെക്സും പോസ്റ്ററും ഒന്നുമില്ലാതെ ഞാനൊരു സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്കെല്ലാം എൻ്റെ നിങ്ങൾക്കറിയാമല്ലോ, പുളുങ്കുന്നിലൊരു മരണ വാർത്ത, എനിക്ക് വളരെ സന്തോഷമുണ്ട് കായപ്പുറത്തൊരു വ്യക്തി പറഞ്ഞതിൽ. അതായത് ഞാനൊരു മരണ വാർത്ത, പുളുങ്കുന്നിലൊരു മരണ വാർത്ത എന്നാൽ നിങ്ങൾ പുളുങ്കുന്ന് നേറ്റീവ്സിൽ ആദ്യം ഇടുന്ന ഞാനാണ്. അപ്പോൾ അത്രമാത്രം നാടിന് വേണ്ടി ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും വോട്ട് ഇപ്പോൾ ഇനിയും 3 ദിവസം കൂടെ ഉള്ളൂ. നിങ്ങൾ വിദേശത്തുള്ളവരാണെങ്കിലും സ്വദേശത്തുള്ളവരാണെങ്കിലും നിങ്ങൾ മാതാപിതാക്കളെ അറിയിക്കണം. 1-ാം പേരുകാരൻ, ബ്ലോക്ക് പഞ്ചായത്തിൽ 1-ാം പേരുകാരനായ എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദവും പിന്തുണയും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.